സോ ഐപ്ലസിന്റെ നമ്മുടെ UGC നെറ്റ് ഡിസംബർ 2025 സൈക്കിളിലെ ലൈവ് സെഷൻസ് അല്ലെങ്കിൽ ലൈവ് ക്ലാസ്സസിന്റെ ആദ്യത്തെ സെഷനാണിത്. സോ എല്ലാവർക്കും ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ ഈ ഒരു ഓറിയന്റേഷൻ ക്ലാസ് കൊണ്ടുപോകുന്നത് ഒന്ന് ഞാനുണ്ടാവും. എൻ്റെ പേര് ആതിര. നിങ്ങളുടെ പേപ്പർ 1 ക്ലാസ്സസ് കുറച്ച് ക്ലാസ്സസ് ഞാൻ ഡീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളോടൊപ്പം അലൻ സാർ ഉണ്ട്, സ്വാതി മിസ് ഉണ്ട്, ജയകൃഷ്ണൻ സാർ ഉണ്ട്. നമ്മൾ ഇത്രയും പേര് ചേർന്നിട്ടാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ നിങ്ങൾ എല്ലാവരും ഈഗർലി വെയിറ്റ് ചെയ്തിരിക്കുന്നത് അലൻ സാറിന്റെ വാക്കുകൾക്ക് വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയാം. സോ ഞാൻ ഈ സെഷനിലേക്ക് വളരെ ആദരവോടുകൂടി അലൻ സാറിനെ സ്വാഗതം ചെയ്യുവാണ്. സർ പ്ലീസ്. താങ്ക് യു ആതിര മിസ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് ഈവനിങ്. കുട്ടികളൊക്കെ ജോയിൻ ചെയ്യുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു. മറക്കാതെ ഇതിന്റെ റെക്കോർഡിംഗ് കേൾക്കുന്നവരായാലും ചെയ്യേണ്ട ആദ്യത്തെ ടാസ്ക് ഒരു 7:55 കഴിയുമ്പോഴേക്ക് ഒരു അലാം ഇനി മുതൽ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. 2 പേപ്പറിന്റെയും കോച്ചിങ് എടുത്തവര് മൺഡേ ടു സാറ്റർഡേ എന്ന് ഫോണിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. I+ ലൈവ് ക്ലാസ് എന്നൊരു പേരും കൊടുത്തേക്ക്, അല്ലെങ്കിൽ ജേർണി ടു JRF കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു നെയിമാണ്. കാര്യം നമ്മളെപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം നമ്മളെ സ്വയം. പല പ്രയോറിറ്റികളൊക്കെ വന്നുകൊണ്ടിരിക്കും. എങ്കിലും അടുത്ത ഒരു 6 മാസം നിങ്ങളൊക്കെ വളരെ ഫോർച്ചുനേറ്റ് ആയിട്ട് വളരെ നേരത്തെ തുടങ്ങിയ ആൾക്കാർ. ജൂലൈ തുടങ്ങിയാൽ പോലും ഇനി കൃത്യം 6 മാസം കിട്ടിക്കൊള്ളണം എന്നില്ല. നിങ്ങൾക്കറിയാം, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, കഷ്ടിച്ച് 6 മാസം നിങ്ങൾക്ക് കിട്ടിയേക്കും. നമുക്ക് കരുതാം അല്ലേ? അത്ര മാസമല്ല ഉള്ളൂ. അഞ്ജന, അഭിറാം, ശ്രേയ, നിഷാദ, എത്ര മാസം ഉണ്ട് ഇനിയും? നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ വേഗം ഡിസംബർ സൈക്കിളിലെ എക്സാമിങ് എത്തും കേട്ടോ. അപ്പോ ആദ്യത്തെ പ്രയോറിറ്റി, ഒന്നാമത് ചെയ്യേണ്ട കാര്യം ഇന്ന് തന്നെ ഒരു അലാം സെറ്റ് ചെയ്യുക. 7:55 ആവുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് ഇതിനായിട്ടൊന്ന് റെഡിയായി വരാം. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങൾ ഏത് ക്ലാസ്സിലാണെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു പ്ലാൻ അറിയുന്നുണ്ടാവും, അത് നിങ്ങളെ അറിയിക്കുന്നുണ്ടാവും. സിലബസിന്റെ ഓർഡറിലായിരിക്കും പോകുന്നത്. അപ്പോ ഒരു ടോപ്പിക്ക് കഴിഞ്ഞാൽ അടുത്ത ടോപ്പിക്ക് വരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതിന്റെ നോട്ടും നമ്മുടെ റെക്കോർഡ് ക്ലാസ്സുകൾ മുൻകൂട്ടി ഒന്ന് കണ്ടിട്ട് വരാൻ ശ്രമിക്കുക. നല്ല ഐഡിയ ആണെന്ന് തോന്നുന്നില്ലേ? നല്ല ഐഡിയ ആണെന്ന് തോന്നുന്നവർ ഒരു തംസപ്പ് തന്നേ. കഴിഞ്ഞ 4-5 വർഷത്തെ അധ്യാപന പരിചയം, ഞാനിപ്പോ ഒരു ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഒത്തിരി വർഷങ്ങളായെന്ന് തോന്നുന്നു. വയസ്സായി. 2012 എന്റെ PG 15 കഴിഞ്ഞു. പിന്നെ ഒരു 10 വർഷത്തോളമായിട്ട് ഇപ്പൊ ജോലി ചെയ്യാണ്. ടീച്ചിങ്ങിലാണ് ലാസ്റ്റ് ഒരു 8 years ആയിട്ടുള്ളത്. അപ്പോ കുട്ടികള് എന്റെ ക്ലാസ്സുകളിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത ആൾക്കാര് തയ്യാറെടുത്ത് വരുന്നവരാ. പലപ്പോഴും നിങ്ങളും PG ഒക്കെ കഴിഞ്ഞവരോ അല്ലെ PG ചെയ്യുന്നവരാ. അപ്പൊ നിങ്ങൾക്ക് നല്ല സ്റ്റഡി ഹാബിറ്റുകൾ ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം. എന്റെ സജഷൻസ് ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് എന്റെ ചിന്ത. എങ്കിൽ പോലും ഇത് നല്ലൊരു ഐഡിയ ആയിരിക്കും. ആരൊക്കെ ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ട്? ഒരു ക്ലാസ്സിൽ പോകുന്നതിന് മുൻപ് അന്ന് എടുക്കുന്ന ടോപ്പിക്ക് ഒന്ന് നോക്കി പോവാം. മുഴുവൻ പഠിക്കാനല്ല ഞാൻ പറയുന്നത്. ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു തംസപ്പ് തന്നെ. ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു അല്ലെ ആരും? അപ്പൊ ഇനി ഒരു നല്ല തുടക്കമാവട്ടെ. ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല സജഷനായിട്ട് തോന്നിയെന്ന് നിങ്ങൾ എല്ലാവരും യെസ് പറഞ്ഞാൽ ഞാൻ കണ്ടു. അപ്പൊ അതൊന്ന് ചെയ്യാം. 2 കാര്യങ്ങളായി. മൂന്നാമത്തെ കാര്യം, അത്യാവശ്യമായിട്ട് സിലബസിന്റെ പ്രിന്റ് എടുത്ത് വെക്കുക. ആരുടെയൊക്കെ കയ്യിലുണ്ട് പ്രിന്റഡ് ആയിട്ടുള്ള സിലബസ്? ഫോണിൽ ഉണ്ടായാൽ പോരാ, സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്താൽ പോരാ. നിങ്ങൾ പഠിക്കുന്ന പരീക്ഷയുടെ സിലബസ് പ്രിന്റഡ് ആയിട്ട് കയ്യിലുള്ള ആരൊക്കെ ഉണ്ട്? അതും ആരുമില്ല അല്ലേ? ഓക്കെ. അപ്പൊ എന്റെ കുറെ ഉപദേശങ്ങൾ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാനുള്ള അവസരമുണ്ട്. അഞ്ജനയുടെ കയ്യിലുണ്ട്, വൈഷ്ണവിയുണ്ട്. ഓക്കെ, എന്നാ നേരത്തെ പറയണ്ടായോ? എന്തോ ഇത്ര ഡിലേ? അനുഷയുടെ അടുത്തുണ്ടെന്ന് തോന്നുന്നു അല്ലെ? അഭിരാമിന്റെ അടുത്തുണ്ട്. എക്സലന്റ്. അപ്പോ നിങ്ങള് പ്രിന്റഡ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ആദ്യത്തെ ഒരു 2 പേജിൽ എഴുതി വെച്ചാലും മതി കേട്ടോ. പ്രിന്റ് എടുക്കണം എന്ന് പോലും നിർബന്ധമില്ല. ഇന്നത്തെ ഈ സെഷൻ 9 മണിക്ക് അവസാനിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു 15-20 മിനിറ്റ് എടുത്താൽ നിങ്ങൾക്ക് സിലബസ് എഴുതി വെക്കാം. NTA UGC നെറ്റ് ഒഫീഷ്യൽ സിലബസ് വെബ്സൈറ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ ലേണിംഗ് ആപ്പ് തുറന്നാൽ ഇൻട്രൊഡക്ഷൻ സെഷനിൽ നിങ്ങൾക്ക് സിലബസ് കാണാം. അത് എഴുതിയെടുക്കൂ. അല്ലെങ്കിൽ ആ PDF നിങ്ങൾ നെറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ പബ്ലിക്കലി അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്തു വെക്കുക. അപ്പൊ ആദ്യത്തെ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് കഴിഞ്ഞു. ഇനി മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് എല്ലാ ദിവസത്തെയും ലൈവ് അറ്റൻഡ് ചെയ്യുക.
നിങ്ങൾക്ക് സ്കൂളിലും കോളേജിലും ഒക്കെ അഭിരാമേ എത്ര പെർസെന്റേജ് അറ്റൻഡൻസ് ഉണ്ടായിരുന്നു? എല്ലാവരുടെയും പറഞ്ഞു, റഫായിട്ട് മതി. 97.2 പറയണ്ട. 90+ ഉണ്ടായിരുന്നു, 80+ അറ്റൻഡൻസ് ഉണ്ടായിരുന്നു, എത്ര അറ്റൻഡൻസ് ഉണ്ടായിരുന്നു എന്ന് റഫായിട്ടൊന്ന് പറയാമോ എല്ലാരും? കുറെ പേര് മടി പിടിച്ചിരിപ്പുണ്ട്. അനുഷയൊക്കെ ഫുള്ളായിരുന്നു. 80, 90, എല്ലാവർക്കും ഒരു 80 എങ്കിലും ഉണ്ടായിരുന്നു അല്ലെ മിനിമം? ശ്രേയ, കുറവ് പറഞ്ഞവര് പോലും ക്ലാസ് കേറിയില്ലായിരുന്നു സാർ. കോവിഡ് കുട്ടിയായിരുന്നോ? PG നിങ്ങളുടെ കോവിഡ് കൊണ്ടുപോയോ? അഞ്ജനയുടെ അഞ്ജന പോയോ? നീളം മെസ്സേജ് ടൈപ്പ് ചെയ്യുമായിരിക്കും. ടൈപ്പ് ചെയ്തിട്ടോ, ഞാൻ വായിക്കാം. ഇനി ഇവിടെ എന്തായാലും നിങ്ങൾക്ക് ഓൺലൈൻ മോഡാണ്, എവിടെ ഇരുന്ന് വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം. ഫംഗ്ഷൻ ആണെങ്കിൽ പോലും വയർലെസ് ഹെഡ്ഫോണും TWS ഹെഡ്ഫോണൊക്കെ എല്ലാവർക്കും ഉണ്ടല്ലോ. ചെവി വെച്ചാലും കേൾക്കുകയെങ്കിലും ചെയ്യാല്ലേ ഗൂഗിൾ മീറ്റില്. 80% അറ്റൻഡൻസ് ഉറപ്പാക്കാൻ പറ്റുമോ? അതോ അത് ടൂ മച്ച് ആണോ? ഓക്കെ, എല്ലാരും എഗ്രി ചെയ്യുന്നുണ്ടോ? ബുക്കിലൊന്ന് എഴുതി വെച്ചേക്ക് കേട്ടോ. വേറൊന്നിനും അല്ല, 1 മാസം കഴിയുമ്പോൾ നമ്മൾ ഈ തീരുമാനമൊക്കെ എടുത്തു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാ. ഈ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ഒക്കെ ബുക്കിലോട്ടൊന്ന് എഴുതി വെച്ച് അതിന്റെ താഴെ ഒരു ഒപ്പ് ഇട്ടേക്ക്. ടീച്ചർമാരും ഇനിയും കുറെ കാര്യങ്ങൾ, ജയകൃഷ്ണനാണെങ്കിലും സ്വാതിയാണെങ്കിലും അതിര, എല്ലാവരും അധ്യാപകരും 3 പേരും നിങ്ങൾക്ക് കുറെ സജഷൻസ് ഒക്കെ തരും. നിങ്ങളൊക്കെ മുതിർന്ന കുട്ടികളായി, മുതിർന്ന വ്യക്തികളായി, അപ്പൊ നിങ്ങളുടേതായ സ്വാതന്ത്ര്യമുണ്ട്. എങ്കിൽ പോലും നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ എടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോ ഇതൊന്ന് എഴുതി വെച്ചേക്കണേ. കാര്യം പല ബാച്ചുകളെയും കാണുന്നോണ്ട് പറയുകയാണ്, ഈ എടുത്ത തീരുമാനങ്ങൾ ഡിസംബർ വരെ കൊണ്ട് നടക്കുന്ന എത്ര പേര് കാണുന്ന നിങ്ങൾ ചിന്തിക്കുന്നത്? ഞാൻ പറയുന്നതിന് മുൻപ് സ്റ്റുഡൻസ് എന്ത് പറയുന്നു? അഭിരാമും അഞ്ജനയും നിഷിതയൊക്കെ എന്ത്, ശ്രേയൊക്കെ എന്ത് ചിന്തിക്കുന്നു? നിങ്ങളിൽ ഈ കോഴ്സ് എടുത്ത് തുടങ്ങിയ ആൾക്കാരിൽ എത്ര ശതമാനം പേര് ഫുൾ ഇന്നത്തെ എനർജിയോടുകൂടി നമ്മുടെ ഫുൾ സെഷൻ കംപ്ലീറ്റ് ചെയ്യുമെന്ന് ചിന്തിക്കുന്നുണ്ട്? ഓക്കെ, വൈഷ്ണവി ഞാൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഞാനും ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ തന്നെ ഒരു 10-20% പേരെ മീന്ന് പോലും പറഞ്ഞുള്ളൂ അല്ലേ? അപ്പൊ ഒരു 25-30% പേരായി. ബാക്കി കുറച്ച് ആൾക്കാർ മിണ്ടാത്തത് ഇപ്പോഴേ ഉണ്ടോ? നിങ്ങള് ചാറ്റ് ബോക്സ് ഉപയോഗിക്കാൻ അറിയാഞ്ഞിട്ടാണോ? ആ ഫോണിന്റെ താഴെ ലാപ്പാണെങ്കിൽ അതില് മെസ്സേജുകൾ എന്ന് പറഞ്ഞൊരു സെഷൻ കാണും, ഒരു മെസ്സേജിന്റെ പടം ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്ലാസ്സിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് കൂടി ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഡ്രിഫ്റ്റ് ചെയ്ത് പോവാൻ 1 മണിക്കൂർ ഓൺലൈനായിട്ട് ശ്രദ്ധിച്ചിരിക്കാൻ വളരെ ടഫായിട്ടുള്ള ഒരു ടാസ്ക് ആണ്. അപ്പൊ നിങ്ങളുടെ ഇൻപുട്ടുകൾ കൂടി ഇല്ലെങ്കിൽ വളരെ വേഗം നിങ്ങളുടെ മനസ്സൊരിടത്തും ശരീരം ഒരിടത്തുമായി പോവാൻ രണ്ടും 2 വഴിക്ക് പോകും. അതുകൊണ്ട് നിങ്ങൾ ആക്റ്റീവായിട്ട് തംസപ്പ് എവിടെയാന്ന് നോക്കുവാന്നോ? തംസപ്പ് എവിടെയാന്നൊന്ന് പറഞ്ഞു കൊടുത്തേ. ഫോണിലെ റിയാക്ഷൻസ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. അവിടെ തംസപ്പ് പോലത്തെ കുറെ സാധനങ്ങളുണ്ട്. ലാപ്പിലോ? ലാപ്പിലാണെങ്കില് ലാപ്പില് തംസപ്പ് എവിടെയാണോ ഉള്ളത്? അല്ലെ എസ് പറഞ്ഞാൽ മതി. തംസപ്പ് കണ്ടില്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ എസ് പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞ പോയിന്റ് ഇത്രയാണ്. നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ക്ലാസ്സിൽ പങ്കെടുക്കാനും കൂടി ശ്രദ്ധിക്കുക. ഇത്രയും പരിപാടികൾ ചെയ്താൽ തന്നെ നിങ്ങൾ ഈ 6 മാസത്തെ ജേർണി ഇഫക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്തും. അതുപോലെ നമ്മുടെ കണ്ടന്റ്, നോട്ട്സ് ആണെങ്കിലും ക്ലാസ് ആണെങ്കിലും അതെല്ലാം ഒരു 80% എങ്കിലും ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. എയിം JRF ടെസ്റ്റ് സീരീസ് ഇപ്പൊ തന്നെ ഒരു 10,000 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോ നിങ്ങൾ തുടക്കത്തില് അതാത് യൂണിറ്റുകളുടെ ടെസ്റ്റുകൾ ചെയ്താൽ മതി. അങ്ങനെ യൂണിറ്റ് വൈസ് സെഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 4-5-6 യൂണിറ്റ് പഠിച്ചു കഴിയുമ്പോഴേക്ക് ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ എടുത്ത് തുടങ്ങണം. പരീക്ഷ വരെ വെയിറ്റ് ചെയ്യണ്ട, ഫുള്ള് പഠിക്കാനും വെയിറ്റ് ചെയ്യണ്ട. 5-6 യൂണിറ്റുകൾ കഴിഞ്ഞാല് എന്ത് ചെയ്താൽ മതി? ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ എടുത്തു തുടങ്ങുക. അത് ഏത് ഓർഡറിൽ ചെയ്യണം? ഏറ്റവും ഒടുവിലത്തെ ടെസ്റ്റുകൾ. നിങ്ങൾ 5-6 യൂണിറ്റ് പഠിക്കുമ്പോഴേക്ക് 2025 നമ്മുടെ 2025 ജൂൺ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ അതേ വരും. ആദ്യം അത് ചെയ്യുക, പിന്നെ ഡിസംബറിൽ, പിന്നെ 24 ഡിസംബർ ചെയ്യുക, 24 ജൂൺ ചെയ്യുക. അങ്ങനെ പുറകിലേക്ക് തിരിച്ചുള്ള ഓർഡറിൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്?
ഈ നിർദ്ദേശങ്ങൾ വീണ്ടും നിങ്ങൾക്ക് തരും. ചുരുക്കി പറഞ്ഞാൽ പഠനത്തോടൊപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി കൊണ്ടുപോവാം. ഏതെങ്കിലും ഒന്ന് മാത്രം ആക്കരുത് കേട്ടോ. രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ടുള്ള എഫേർട്ട് എടുക്കുക. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? നോട്ടിൽ എഴുതി വെച്ചേക്കുന്നൊന്ന് പറഞ്ഞു തന്നെ, തിരിച്ചെന്നോടൊന്ന് പറഞ്ഞേ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞതെന്ന്. ടൈം കീപ്പ് ചെയ്യാനായിട്ട് ഒരു അലാം സെറ്റ് ചെയ്യുക. 2, പ്രിപ്പയർഡ് ആയിട്ട് ക്ലാസ്സിൽ വരിക. നമ്മൾ ചന്തയിൽ പോകുന്ന പോലെയോ സിനിമാ തിയേറ്ററിൽ പോകുന്ന പോലെയോ, സിനിമാ തിയേറ്റർ ആണെങ്കിൽ പോലും നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് പോവല്ലേ. സിലബസ് പ്രിന്റ് ചെയ്യുക. നമ്മൾ 2-3 പാർട്ടുള്ള സിനിമയൊക്കെ ആണെങ്കിൽ അതിന്റെ റീക്യാപ്പ് ഒക്കെ കണ്ടിട്ടല്ലേ പോകുന്നത്. അതുപോലെ എന്ത് പഠിച്ചു എന്നും കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് പഠിപ്പിച്ചു എന്നും ഒന്ന് നോക്കി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിടിലമായിട്ട് പഠിക്കാൻ പറ്റും. ക്ലാസ് ഭയങ്കര യൂസ്ഫുൾ ആവും. 3 അത് ചെയ്യാം. 3ാമത്തെ പോയിന്റ് അതല്ലേ. 4ാമത്തെ പോയിന്റ് എന്തായിരുന്നു? അത് 5ാമത്തെ അഭിരാമേ. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞല്ലോ, 80% എങ്കിലും അറ്റൻഡൻസ് ഉറപ്പുവരുത്തുക. വേണ്ടേ? 5ാമത്തെ പോയിന്റ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി പഠിക്കുന്നതിനോടൊപ്പം കൊണ്ടുപോവുക. അടിപൊളി. അനുഷ നന്നായിട്ട് സമ്മറൈസ് ചെയ്തു. അപ്പോ എനിക്ക് ഇത്രയും കാര്യങ്ങളെ ഇന്ന് പറയാനുള്ളൂ. അപ്പൊ ഇനിയും DI ചെയ്യാനും മാത്തമാറ്റിക്കൽ റീസണിങ്ങിനും ഒക്കെ പഠിപ്പിക്കാനായിട്ട് ഞാൻ വരാം. ബാക്കി ആതിര ടീച്ചറിന്റെ സേഫ് ഹാൻഡ്സിലാണ്. അപ്പോ എന്റെ സൈഡിൽ നിന്നുള്ള സംസാരം ഞാൻ ഇപ്പൊ കൺക്ലൂഡ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മികച്ചൊരു വിജയം JRF തന്നെ എത്താൻ ഡിസംബർ സൈക്കിളിൽ സാധിക്കട്ടെ. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എഫേർട്ട് ഉണ്ടെങ്കിൽ I+ന്റെ അധ്യാപകരും അക്കാഡമിക് കോർഡിനേറ്റേഴ്സും നമ്മുടെ ക്വാളിറ്റി ഉള്ള കണ്ടന്റും, കാര്യം കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ ഫീൽഡിലുള്ള ആൾക്കാരാണ്. 2500-2500 നെറ്റ് JRF വിജയികളെ സൃഷ്ടിക്കാൻ ഇത്രയും കാലം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. സ്ഥിരമായിട്ട് പഠിക്കുക. സിലബസ് ഒരു 80% എങ്കിലും കവർ ചെയ്യുക. നമ്മുടെ മെറ്റീരിയലുകളും നമ്മുടെ ലൈവ് ക്ലാസ്സുകളും. എഫേർട്ട് എടുക്കാതെ വിജയം എന്നുള്ളത് എൻ്റെ അറിവിലില്ല. നമ്മൾ എഫേർട്ട് എടുക്കണം. ഒരു പരീക്ഷയ്ക്ക് വേണ്ടതായിട്ടുള്ള പരിശ്രമം നടത്തിയാൽ അതിൽ വിജയിക്കാനായിട്ട് സാധിക്കും. ആ ലെവൽ ഓഫ് പ്രിപ്പറേഷൻ നമ്മൾ എത്തിയില്ല. പരീക്ഷയുടെ ലെവൽ ഇവിടെയും നമ്മുടെ പ്രിപ്പറേഷൻ ഇവിടെ വരെ എത്തുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ അതിൽ സെലക്റ്റഡ് ആവാതെ പോകുന്നത്. പ്രത്യേകിച്ച് നെറ്റ് പരീക്ഷ ടോപ്പ് 6%-ഉം ടോപ്പ് 1%-ഉം സെലക്ട് ചെയ്യാനായിട്ടുള്ള പരീക്ഷ. അപ്പൊ 94% പേരെ ഒഴിവാക്കുക എന്നുള്ളതാണ് പരീക്ഷയുടെ ഉദ്ദേശം തന്നെ. അപ്പൊ നിങ്ങൾ ആ ടോപ്പ് 6-ലേക്ക് എത്താൻ വേണ്ട എഫേർട്ട് എടുക്കുക. അതിന് ചെയ്യേണ്ട ചുരുങ്ങിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഫർദർ ആയിട്ടുള്ളത് മറ്റധ്യാപകർ നിങ്ങളുടെ അടുത്ത് സംസാരിക്കും. അപ്പൊ ഇത്രയും നേരം ശ്രദ്ധയോടെ കേട്ട എല്ലാവർക്കും നന്ദി. താങ്ക്സ് എവരിവൺ. Thank you so much, sir. So, ആദ്യം തന്നെ എല്ലാവരോടും ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ഇങ്ങനെ ഒരു നാഷണൽ ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പോവാണ് എന്നുള്ളത് ഇങ്ങനെ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ഭയങ്കര മസിൽ പിടിച്ചിരിക്കുവാണോ? ഇതൊരു വലിയ നാഷണൽ ലെവൽ എക്സാം ആണ്. സാറ് പറഞ്ഞ പോലെ 1% ആൾക്കാർ അല്ലെങ്കിൽ 6% ആൾക്കാർ മാത്രമേ നമ്മൾ ഇത് ക്ലിയർ ആവത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കെന്തോ ഭയങ്കര മസിൽ പിടിച്ച് നിങ്ങൾ ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ പ്രോപ്പറായിട്ട് ഇനിയും നമുക്ക് സമയമുണ്ട്. നിങ്ങൾ ഈ ഒരു സമയത്ത് തുടങ്ങുന്നതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്ക് സമയമുണ്ട് പഠിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വൈബ് മാച്ച് ആയിട്ട് വരണം കേട്ടോ. ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സിന് നിങ്ങളുമായിട്ടൊന്ന് ആക്സസിബിൾ ആവുന്നത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏക ഒരു മീഡിയം എന്ന് പറയുന്ന ചാറ്റ് ബോക്സ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ അവിടെ മിണ്ടാതിരിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സിന്റെ സൈഡിൽ നിന്ന് വരുന്നത് എന്താണെന്നറിയോ? ഈ നമ്മുടെ നെറ്റ്വർക്ക് കണക്ഷൻ ആണോ, ഞങ്ങൾ സ്റ്റക്കായി പോയതാണോ എന്നൊക്കെ കൺഫ്യൂഷൻ വരും. അപ്പൊ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾ ചാറ്റ് ബോക്സ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, നിങ്ങൾ മെസ്സേജ് ഒക്കെ സ്ഥിരം അയക്കുന്നതല്ലേ. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുക, ചാറ്റ് ബോക്സ് യൂസ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഒരു വൈബ് മാച്ച് ചെയ്ത് വന്നാലേ നമുക്ക് ക്ലാസ് അടിപൊളിയായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ആദ്യം ഒരു പരിചയക്കുറവിന്റെ ഒരു പ്രശ്നം കാണും. നമ്മൾ ഈ പരിചയപ്പെട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ അങ്ങ് മാറിക്കിട്ടും കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ മൊത്തത്തില് സിലബസിന്റെ ഒരു ഓവർവ്യൂവും നമ്മുടെ എക്സാമിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാവേ. സോ നമുക്ക് പേപ്പർ 1-ന് എത്ര ക്വസ്റ്റ്യൻസാ ഉള്ളത്? നിങ്ങൾ ഒരുവിധം റിസർച്ച് നടത്തി കാണുമല്ലോ. ഇത് ജോയിൻ ആവുന്നതിന് മുന്നേ തന്നെ എന്താണ് എക്സാം എന്ന് നോക്കി കാണും. പെട്ടെന്ന് പറഞ്ഞു, പേപ്പർ 1-ന് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും?
50 ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ എത്ര മാർക്കാ? ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക്. അപ്പൊ എത്ര മാർക്കാ ടോട്ടല്? ഓക്കെ, പേപ്പർ 1-നപ്പോ 100 മാർക്സ് ആണുള്ളത് കേട്ടോ. 50 ക്വസ്റ്റ്യൻ 2 മാർക്ക് വെച്ചിട്ട് 100 മാർക്സ് ആണ്. മൊത്തം എത്ര സമയത്തേക്കാ എക്സാം ഉള്ളത്? നെറ്റ് എക്സാം മൊത്തം പേപ്പർ 1-ഉം പേപ്പർ 2-ഉം കൂടെ ചേർത്തിട്ട് എത്ര സമയമാ? 3 അവർ എക്സാം ആണ് കേട്ടോ. ഈ 3 അവർ എക്സാമിന് ഇടയ്ക്ക് ബ്രേക്ക് ഒന്നുമില്ല. 3 അവേഴ്സ് ആണ് എക്സാം നടക്കുക. അതുകൊണ്ട് തന്നെ പേപ്പർ 2-ന് എത്ര മാർക്ക് ഉണ്ട്? പേപ്പർ 2-ന് എത്ര മാർക്കാ വരിക? 200 മാർക്സ് ആണ്. 100 ക്വസ്റ്റ്യൻ 200 മാർക്സ് അല്ലെ? അപ്പം ഈ കൂടുതൽ മാർക്ക് വരുന്നത് പേപ്പർ 2-നല്ലേ? അപ്പോ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ടൈം മനസ്സിലാക്കുക കേട്ടോ. പേപ്പർ 1-ന് ഒരു 1 അവർ എടുക്കുക, അതുപോലെ പേപ്പർ 2-ന് ഒരു 2 അവേഴ്സ് എടുക്കുക. ഈ ഒരു ടൈം അവിടെ അലോട്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം കേട്ടോ. നമുക്ക് പേപ്പർ 1 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കിട്ടുന്നത് ഒരു 1 അവർ, മാക്സിമം ഒരു 1 അവർ 10 മിനിറ്റ്സ് കൂടെയൊക്കെ എടുക്കാം. ദെൻ പേപ്പർ 2-ന് ഒരു 2 അവേഴ്സ് ടൈം നമ്മൾ അവിടെ കൊടുക്കണം. ഓക്കെ, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടോ? നെഗറ്റീവ് മാർക്കിംഗ് അറിയാലല്ലേ, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അതിന്റെ മാർക്ക് നഷ്ടമാവുന്ന സിസ്റ്റം ഇല്ലല്ലോ. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അപ്പൊ അത് ശരിക്കും ഒരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. ഇവൻ നിങ്ങൾക്ക് തീരെ അറിയില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു റിസ്ക് എടുക്കാനുള്ള പോസിബിലിറ്റി ഇല്ലേ? ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ലോസ് ഒന്നും ഉണ്ടാവുന്നില്ലല്ലോ. ഓക്കെ, അത് എപ്പോഴും മനസ്സിൽ വെച്ചേക്കുക. പിബോയ്ക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോഴും ആയാലും എപ്പോഴും അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്ത് പോകണം കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ പോലും സ്കിപ്പ് ചെയ്യാതെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് പോകാനായിട്ട് പറ്റും. CBT മോഡാണെന്ന് അറിയാലോ എക്സാം. പെൻ ആൻഡ് പേപ്പർ അല്ല, നമുക്ക് ഓൺലൈൻ എക്സാം ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണെന്ന് നിങ്ങൾക്കറിയാം. ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റീവ് ആണെന്നറിയാലോ. ഇതിലിപ്പോ എന്റെ ആവശ്യമില്ലായിരുന്നു തോന്നുന്നു അല്ലേ? ഒബ്ജക്റ്റീവ് എക്സാം ആണ്. എത്രയാ? നമുക്ക് ഒരു ക്വസ്റ്റ്യനും 4 ഓപ്ഷൻസും ഉണ്ടാവും. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി പേപ്പർ 1-ന്റെ സിലബസ് കണ്ടിട്ടുള്ളവരുണ്ടോ? 1-2 പേരെങ്കിലും ഒക്കെ എടുത്തിട്ടുണ്ടോ? ഓക്കെ, എത്ര മൊഡ്യൂൾസാ ഉള്ളത്? 10 മൊഡ്യൂൾസ് ഉണ്ട് അല്ലെ? 10 മൊഡ്യൂൾസില് 10 മൊഡ്യൂൾസിന്റെ പേരും അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു തരാം. 1-ാമത്തെ മൊഡ്യൂള് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് കേട്ടോ. നിങ്ങൾ ടീച്ചിങ് ഒരു കരിയർ ആയിട്ടൊക്കെ ചൂസ് ചെയ്യാനായിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് അല്ലെ, ഈ ഒരു എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1-ാമത്തെ മൊഡ്യൂളാണ്. 2, നിങ്ങൾക്ക് ഒരു റിസർച്ചറിന് വേണ്ട പ്രീ റിക്വസ്റ്റീസ് ടെസ്റ്റ് ചെയ്യുന്ന സെക്കൻഡ് മൊഡ്യൂൾ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. 3-ാമത്തത് നിങ്ങളുടെ ഒരു റീഡിങ് അല്ലെങ്കിൽ ഒരു കോംപ്രിഹെൻഷൻ എബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റീഡിങ് കോംപ്രിഹെൻഷൻ ഉണ്ട്. 4-ാമത്തത് കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂൾ ആണ്. നമ്മുടെ ഒരു ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ടൈപ്സും ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു മൊഡ്യൂളാണ്. 5-ാമത്തെ ക്വസ്റ്റ്യൻ മാത്തമെറ്റിക്കൽ റീസണിങ് ആണ്. എല്ലാവരും വളരെ പേടിയോടെ നോക്കുന്നതാണ്, പക്ഷെ പേടിക്കേണ്ട, അലൻ സാർ കൂടെ ഉണ്ട് കേട്ടോ. 6-ാമത്തെ മൊഡ്യൂള് ലോജിക്കൽ റീസണിങ് ആണ്. നിങ്ങൾ ഇതുവരെയും കേട്ടിട്ടില്ലാത്ത കുറേ സംഭവങ്ങൾ വരുന്ന ഒരു മൊഡ്യൂള് ലോജിക്കൽ റീസണിങ് ആയിരിക്കും. പക്ഷെ ഭയങ്കര അടിപൊളിയായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന മൊഡ്യൂളാണ് കേട്ടോ. അത് നമുക്ക് അടിപൊളിയായിട്ട് കൊണ്ടുപോവാം. 7-ാമത്തെ മൊഡ്യൂള് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ആണ്. ഇങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ആദ്യമേ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ വെക്കും കേട്ടോ. അത് തന്നെ നമ്മുടെ ഇന്ത്യയുടെ ഒക്കെ ഒരു ട്രിക്കാണ്. കാരണം അപ്പോഴേ നിങ്ങളെ അങ്ങ് മാനസികമായിട്ട് തളർത്തുകയാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ പിന്നെ ചെയ്യാൻ ധൈര്യമുള്ളവരല്ലേ ബാക്കി കംപ്ലീറ്റ് ചെയ്യുള്ളൂ എന്നുള്ള സംഭവമാണ്. പക്ഷെ അതും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഡേറ്റ ഇന്റർപ്രിട്ടേഷനിൽ ഒരു ടേബിൾ ഉണ്ടാകും. ആ ടേബിൾ റിലേറ്റ് ചെയ്തിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ആൻസർ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ് അത്. 8-ാമത്തത് ICT ആണ്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. നമ്മുടെ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളായിരിക്കും അതിനകത്ത് ഉണ്ടാവുക. 9-ാമത്തത് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്, നമ്മുടെ എൻവയോൺമെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പൊല്യൂഷൻസ്, അതുപോലെ തന്നെ നമ്മുടെ കൺവെൻഷൻസ് ആൻഡ് പ്രോട്ടോകോൾസ്, നമ്മുടെ കുറച്ച് ആക്ടുകൾ അങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്നതാണ് 9-ാമത്തെ മൊഡ്യൂള്. 10-ാമത്തെ മൊഡ്യൂള് ഹയർ എഡ്യൂക്കേഷൻ ആണ്. അവിടെ കുറച്ച് ആൻഷ്യന്റ് യൂണിവേഴ്സിറ്റീസും കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസും നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസീസും ഒക്കെയാണ് ആ ഒരു മൊഡ്യൂളിൽ വരിക. അങ്ങനെ 10 മൊഡ്യൂളാണ് നമുക്കുള്ളത്. വെരി ഗുഡ് അഞ്ജന, കണ്ടു കറക്റ്റ് ഓർഡറിൽ അഞ്ജന എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഒരു വൈബാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ എന്റെ ജോലി ഇങ്ങനെ കുറച്ച് തരാം. ഓക്കെ,
അങ്ങനെ 10 മൊഡ്യൂൾ ഉണ്ട്. ഓരോ മൊഡ്യൂളിൽ നിന്നും 4 to 5 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് കേട്ടോ. ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ്ലി അങ്ങനെ ഇഗ്നോർ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരാറില്ല. ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ്ലി ഇല്ലാതെ അല്ലെങ്കിൽ ഒരു മൊഡ്യൂളിന് കൂടുതൽ വെയിറ്റേജ് കൊടുത്തിട്ടോ അങ്ങനെയൊന്നും ക്വസ്റ്റ്യൻ വരാറില്ല. എല്ലാ മൊഡ്യൂളിൽ നിന്നും ഒരു 4 to 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ചില മൊഡ്യൂളിൽ നിങ്ങൾ 6 ക്വസ്റ്റ്യൻസ് ഒക്കെ കാണും. അത് ശരിക്കും ഓവർലാപ്പ് ആയിരിക്കും. ചിലപ്പം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ഹയർ എഡ്യൂക്കേഷനും തമ്മിലൊക്കെ ഓവർലാപ്പ് വരും. ICTയും കമ്മ്യൂണിക്കേഷനും തമ്മിൽ ഓവർലാപ്പ് വരും. അങ്ങനെയൊക്കെ വരുന്നതാണ്. സോ മിനിമം ഒരു 4 to 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി പറയാനുള്ള കാര്യം, നിങ്ങൾ കഴിഞ്ഞ എക്സാം എഴുതിയ ആൾക്കാരാണോ? ഈ ജൂൺ 2025 സൈക്കിൾ അറ്റൻഡ് ചെയ്ത ആൾക്കാരാണോ? ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ഒരു സൈക്കിളിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് പേപ്പർ 1 വളരെ ഈസി എന്ന് തന്നെ ഞാൻ പറയും. 1-2 സബ്ജക്റ്റുകൾ ഒഴിച്ച് പേപ്പർ 1 വളരെ ഈസിയും പേപ്പർ 2 ഒരു മോഡറേറ്റ് ലെവലും ആയിരുന്നു. അങ്ങനെ ഒരു പാറ്റേൺ ശ്രദ്ധിച്ച ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാവും. നിങ്ങൾ അനാലിസിസുകളൊക്കെ കാണുന്ന ആൾക്കാരായിരിക്കും. അപ്പോ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ നമ്മുടെ ഈ ഒരു എക്സാമിന് ഇങ്ങനെ ഒരു പാറ്റേൺ വരും കേട്ടോ. അടുത്ത തവണ അങ്ങനെ തന്നെ ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാലും ഒരു പേപ്പർ മോഡറേറ്റ് ആയിരിക്കും, ഒരു പേപ്പർ മോഡറേറ്റ് ടു ടഫും, ഒരു പേപ്പർ ഈസി ടു മോഡറേറ്റും ആയിരിക്കും. അത് ചില എക്സാമിനാണ് അല്ലെങ്കിൽ ചില സബ്ജക്റ്റുകൾക്കാണ് സ്വപ്ന 2 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 2 പേപ്പേഴ്സും ഒരുപോലെ മോഡറേറ്റ് ടു ടഫ് വരുന്നത് കേട്ടോ. അങ്ങനെ വരുമ്പോൾ അതിനനുസരിച്ചിട്ട് കട്ട് ഓഫും അഡ്ജസ്റ്റ് ആവും. അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ബട്ട് ജനറലി കണ്ടുവരുന്ന ഒരു പാറ്റേൺ, ഒരു പേപ്പർ കുറച്ചൊന്ന് മോഡറേറ്റ് ലെവൽ ആണ് അല്ലെങ്കിൽ ഒരു ടഫ് ലെവൽ ആണെങ്കിൽ മറ്റേ പേപ്പർ എന്തായിരിക്കും? ഒരു ഈസി ടു മോഡറേറ്റ് ലെവൽ ആയിരിക്കും. അപ്പോ പേപ്പർ 2 മോഡറേറ്റ് ആകുന്ന സാഹചര്യങ്ങളിൽ, മോഡറേറ്റ് ടു ടഫ് ആകുന്ന സാഹചര്യങ്ങളിൽ പേപ്പർ 1 ഈസി ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഒരു സേഫ് സ്കോറിലേക്ക് നിങ്ങളെ എത്തിക്കുന്നത് പേപ്പർ 1 ആയിരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ പേപ്പർ 1 സ്കിപ്പ് ചെയ്തിട്ട് ഇത് ക്ലിയർ ചെയ്യാം എന്നുള്ള ഒരു അബദ്ധ ധാരണകളൊന്നും വെച്ചിട്ട് നിൽക്കരുത്. കാരണം പേപ്പർ 2 എപ്പോഴും ഒരു അൺപ്രഡിക്റ്റബിലിറ്റി നേച്ചർ ഉണ്ട്. നമുക്ക് പറയാൻ പറ്റത്തില്ല എങ്ങനെയാ ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത്, നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ പേപ്പർ 1 അങ്ങനെയല്ല. പേപ്പർ 1 നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. സോ പേപ്പർ 1ഉം പേപ്പർ 2ഉം കൂടെ ചേർത്തിട്ട് നമുക്കൊരു 40% ജനറൽ കാറ്റഗറിയുടെ കേസാ പറയുന്നത് കേട്ടോ. ഒരു 40% മാർക്സ്, അതായത് ഒരു 120 മാർക്സ് ആണ് ഒരു മിനിമം ക്വാളിഫൈങ് മാർക്ക് എന്ന് പറയുന്നത്. അതിൽ തന്നെ നിങ്ങളുടെ കട്ട് ഓഫ് റേഞ്ച് ഒക്കെ നിങ്ങൾ നോക്കി വെച്ചേക്കണം കേട്ടോ. പ്രീവിയസ് ഇയേഴ്സിലൊക്കെ വന്ന കട്ട് ഓഫ് റേഞ്ച് ഒന്ന് നോക്കി വെച്ചേക്കുക. അത് നോക്കി വെക്കുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവണം കേട്ടോ. അതായത് നമ്മൾ ഓരോ പേപ്പറിനും എത്ര മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ ആ ഒരു കട്ട് ഓഫ് റേഞ്ചിലേക്കൊക്കെ എത്താൻ പറ്റും എന്നുള്ളത്. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പേപ്പർ 1 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പറിന്റെ മാർക്ക് കുറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കട്ട് ഓഫിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? മറ്റേ പേപ്പറിന് അത്രയും മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പൊ അതുകൊണ്ട് 2 പേപ്പറും എന്ത് ചെയ്യുക, നിങ്ങൾ ഒരേ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ലൈക്ക് പേപ്പർ 1 ആയാലും ഒരു 35 മാർക്കൊക്കെ നിങ്ങൾക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു 35 to 40 പേപ്പർ 1 ഒരു ടാർഗറ്റ് വെക്കുക. പേപ്പർ 1 ഒരു 60 to 70, 75 ഒക്കെ ടാർഗറ്റ് വെക്കുക. അങ്ങനെ വെച്ചാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കട്ട് ഓഫിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇത്രയുമൊക്കെയാണ് ശരി എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഓക്കെ ആണോ? മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ അല്ലേ? ഒരു ജനറൽ സിലബസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ PYQ പ്രാക്ടീസ് ഇതിനോടൊപ്പം കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മുടെ AIMJRF ടെസ്റ്റ് സീരീസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഡെയിലി ടെസ്റ്റ് സീരീസ് ഫോർ ഓഫ്ലൈൻ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ക്ലാസ്സസ്, നമ്മുടെ ആദ്യത്തെ മൊഡ്യൂളിന്റെ ക്ലാസ്സസ് 1-2 ക്ലാസ്സസ് കഴിയുമ്പോൾ തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങിക്കോളൂ കേട്ടോ. അത് നമ്മുടെ യൂണിറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്തുള്ള. അപ്പൊ അത് അല്ലെങ്കിൽ ഒരു മൊഡ്യൂളിന്റെ ഒരു 2-3 ക്ലാസ് കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, ആ ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കോളൂ കേട്ടോ. അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഓരോ മൊഡ്യൂളും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വളരെ കുറച്ച് സമയം എടുക്കത്തുള്ളൂ അത് ചെയ്യാനായിട്ട്. അപ്പം ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പിന്നെ ആ ഒരു എക്സാമിനോട് അടുക്കുമ്പോൾ അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ അല്ലേ? തെറ്റല്ലേ? ഓക്കെ. സോ അടുത്ത് നമ്മളോടൊപ്പം ഉള്ളത് സ്വാതി മിസ് ആണ് കേട്ടോ. നമ്മുടെ പേപ്പർ 1ന്റെ ലൈവ് ക്ലാസ്സസിൽ കുറച്ച് ക്ലാസ്സസ് സ്വാതി മിസ്സും കൂടി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സോ സ്വാതി മിസ് നമ്മുടെ കൂടെ ഇരിക്കുന്നുണ്ട്. സോ സ്വാതി മിസ്സിനെ കൂടി ഞാൻ ഈ ഒരു സെഷനിൽ ഇൻവൈറ്റ് ചെയ്യുകയാണ്.
Thank you, ma'am. Hello, everybody. Welcome to iPlus. Hello. ഓഡിബിൾ അല്ലേ ഞാൻ? ഓക്കെ. ആദ്യം തന്നെ ഞാൻ നിങ്ങൾ എല്ലാവരും ഒന്ന് കൺഗ്രാറ്റുലേറ്റ് ചെയ്യാണ്. കാരണം നിങ്ങൾ എല്ലാവരും ഒരു കൺഗ്രാറ്റുലേഷൻ ഡിസേർവ് ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയോ? എന്തിനാ ഞാൻ ആദ്യം തന്നെ നിങ്ങളെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നേ? കാരണം നിങ്ങൾ നിങ്ങളുടെ സമയവും പണമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പണമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ നെറ്റ് അല്ലെങ്കിൽ അത് ഇനീഷ്യേറ്റ് ചെയ്തു. വൈഷ്ണവി കറക്റ്റ് അതിന് നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുത്തിരിക്കുകയാണ്. നെറ്റ് അല്ലെങ്കിൽ JRF എന്നുള്ള സ്വപ്നത്തിലോട്ടുള്ള ഫസ്റ്റ് ഒരു ഇനീഷ്യൽ സ്റ്റെപ്പ് നിങ്ങൾ എടുത്തിരിക്കുകയാണ്. അപ്പം നിങ്ങൾ എല്ലാവരും കൺഗ്രാറ്റുലേഷൻ ഡിസേർവ് ചെയ്യുന്നുണ്ട് അല്ലേ? തംസപ്പ് ഒന്നുമില്ല? യെസ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം, ഒന്ന് തോളിലൊക്കെ തട്ടി സ്വന്തം ഒന്ന് കൺഗ്രാറ്റുലേറ്റ് ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മള് നെറ്റ് എക്സാം നിങ്ങൾക്കറിയാം ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. ഈ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ജേർണിയില് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അതാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ജയകൃഷ്ണൻ സാർ പറഞ്ഞു നിർത്തിയ പോയിന്റ് ഞാൻ തുടങ്ങുവാണ്. കൺസിസ്റ്റൻസി. ഈ എക്സാം നിങ്ങൾക്ക് ഈ എക്സാമിന്റെ ഒരു സ്റ്റാൻഡേർഡ് അറിയാം. ഇതൊരു നാഷണൽ ലെവൽ എക്സാം ആണ്. ഇത് ഡിമാൻഡ് ചെയ്യുന്നത് വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു 5 to 6 months നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പഠനമാണ് ഈ ഒരു എക്സാം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പലപ്പോഴും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസം എന്ത് ചെയ്യും, ഒരു 5, 6, 7 മണിക്കൂറൊക്കെ പഠിച്ചിട്ട് അതിന്റെ ക്ഷീണം തീർക്കാൻ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നതാണോ എന്ന് പറഞ്ഞേ, അടുത്തൊരു 3 ദിവസം നമ്മൾ അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ റെസ്റ്റ് എടുക്കും. ഇങ്ങനൊരു പഠനം എന്ത് ചെയ്യരുത്, ഏറെക്കുറെ ആണല്ലോ റിലേറ്റ് ചെയ്യാം അല്ലെ വൈഷ്ണവി? അപ്പം ഇങ്ങനൊരു പഠനം അല്ല നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് വളരെ ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ഡേ ആണെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം, നെറ്റ് എക്സാം അല്ലെങ്കിൽ JRFന് വേണ്ടിയുള്ള പഠനത്തിന് വേണ്ടി മാറ്റിവെക്കാം. എങ്ങനെ 10 മിനിറ്റ് മാറ്റിവെക്കാം? നിങ്ങൾക്ക് ഒട്ടും സമയമില്ല, നിങ്ങൾ മൊത്തം തിരക്ക് പിടിച്ചൊരു ദിവസമാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവൻ ട്രാവൽ ചെയ്യുമ്പോൾ പോലും നിങ്ങൾക്ക് ഒരു റീഡിംഗ് കോംപ്രിഹെൻഷന്റെ ടെസ്റ്റ് എടുക്കാം അല്ലേ? അത് പറ്റുന്ന കാര്യമല്ലേ? അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഉറങ്ങുമ്പോൾ ഞാൻ എന്റെ ഈ സ്വപ്നത്തിലോട്ടുള്ള ഒരു ചെറിയൊരു ചുവടെങ്കിലും ഞാൻ വെച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റണം ഈ ഒരു ത്രൂ ഔട്ട് ഈ ഒരു 5 months. അതിന് കൺസിസ്റ്റൻസിയുടെ കാര്യം പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഇത് നമ്മുടെ തന്നെ iPlusന്റെ ഒരു ഫോമർ സ്റ്റുഡന്റ് ആയിട്ടുള്ള ഇംഗ്ലീഷിൽ JRF ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഒരു ദീപ്തി മാം ഉണ്ട്. ഈ മാമിന്റെ വീഡിയോ നമ്മുടെ iPlusൽ അവൈലബിൾ ആണ്. മിസ് ഷെയർ ചെയ്തിട്ടുള്ള ഒരു ടിപ്പാണിത്. അതായത് നിങ്ങൾ ഇത്ര മണിക്കൂർ ഒരു ദിവസം പഠിക്കും എന്നുള്ളത് നിങ്ങൾ ആദ്യം ഒന്ന് സെറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ ഇപ്പൊ എന്ത് ചെയ്യുന്നു, ആദ്യം ഒരു മണിക്കൂർ പഠിക്കും സെറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ ഈ 1 മണിക്കൂർ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള തട്ടിക്കൂട്ടിയുള്ള ഒരു പഠനമല്ല. നമുക്ക് അതായത് നമുക്ക് ഓരോരുത്തർക്കും പഠിച്ച ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നില്ലേ? ഓക്കെ, ഞാൻ ഇന്ന് ഈ 1 മണിക്കൂർ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് പഠിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്ന തരത്തില് ഒരു മണിക്കൂർ ആദ്യം സെറ്റ് ചെയ്യാം. ഇങ്ങനെ ആ 1 മണിക്കൂർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അന്നത്തെ ദിവസം കലണ്ടറിൽ ഒരു ടിക്ക് മാർക്ക് ഇടുക. ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാവരും? ഇതൊക്കെ ചെയ്തിട്ടുള്ളവരാണേലും ഷെയർ ചെയ്യാം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ ടിക്ക് മാർക്ക് ഇടുക. പതിയെ എന്ത് ചെയ്യുക, ഈ ഹവേഴ്സിന്റെ എണ്ണം നമ്മൾ കൂട്ടിയെടുക്കുക. ഇത് ഞാനൊരു iPlusന്റെ അലൻ സാറിന്റെ ഒരു ഫോമർ സ്റ്റുഡന്റ് ആണ്. ഞാൻ ഈ ഒരു മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് എനിക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഒരു 1 hour നമ്മൾ എന്ത് ചെയ്യുക, പതിയെ ഒരു 3 hours അറ്റ്ലീസ്റ്റ് ഞാൻ 3 hours എങ്കിലും എഫക്റ്റീവ് ആയിട്ട്, അത് ഏത് സമയവും, കാരണം നമുക്ക് ഓരോരുത്തർക്കും ഓരോ സമയത്തായിരിക്കും പഠിക്കാൻ പറ്റണേ. അപ്പൊ അങ്ങനെ അറ്റ്ലീസ്റ്റ് 3 hours എങ്കിലും ഞാൻ ഇന്ന് പഠിച്ചിരിക്കും. അത് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, കലണ്ടറിൽ ഒരു ടിക്ക് മാർക്ക് ഇടും. ഇങ്ങനെ തീരുമാനിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ എന്ത് വേണേലും ചെയ്തു, നിങ്ങൾ റിലാക്സ് ചെയ്തോ, എന്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം വേണേലും ചെയ്തോ. പക്ഷെ ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു 24 hours ഈ ഒരു എമൗണ്ട് ഓഫ് ടൈം നിങ്ങൾ പഠനത്തിന് വേണ്ടി കൊടുത്തിരിക്കണം. ഇങ്ങനെ പതിയെ 1 hour നമ്മൾ 3 hour ആക്കി, 5 hour ആക്കി, ഇങ്ങനെ ഒരു 5 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ കറക്റ്റ് ആ ഒരു പഠനത്തിന്റെ ട്രാക്കിലായിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ ഭയങ്കര ഫോഴ്സ്ഫുള്ളി പഠനത്തിന് വേണ്ടി ഇരുത്തേണ്ടി വരില്ല. പിന്നെ നിങ്ങൾക്ക് ഒരു ലാസ്റ്റ് എന്താ പറയാ, ഒരു 2 to 3 months ഒക്കെ കഴിയുമ്പോഴേക്കും പഠിച്ചില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വരുന്ന ഒരു അവസ്ഥ വരും. കാരണം ചെയ്യൂ ഞാനൊന്നും നോക്കിയില്ലല്ലോ എന്നുള്ളൊരു ടെൻഷൻ വരുന്ന ഒരു അവസ്ഥ വരും. അപ്പൊ നിങ്ങൾ കറക്റ്റ് ട്രാക്കിലായി എന്ന് ഉറപ്പിച്ചാൽ മതി. ഇങ്ങനെ ഇതെപ്പോഴാണ് നമുക്ക് ഈ ഒരു ടിക്ക് മാർക്ക് ഉണ്ടല്ലോ, ഇത് ഭയങ്കര എഫക്റ്റീവ് ആവുന്ന എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ എക്സാമിനോടൊക്കെ അടുത്ത് ലാസ്റ്റ് ഒരു 1 week ഒക്കെ എത്രയൊക്കെ പ്രിപ്പയർ ചെയ്ത ആളുകൾക്കാണെങ്കിലും ഒരു ടെൻഷൻ കാണുമല്ലോ അല്ലെ? എത്രയൊക്കെ നമ്മൾ പഠിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് അവസാനത്തെ 2-3 ദിവസം നമ്മൾ അത്യാവശ്യം ടെൻസ്ഡ് ആയിരിക്കും.
അത് വളരെ നാച്ചുറൽ ആയിട്ടൊരു കാര്യമാണ്. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, എല്ലാവരും ടെൻഷൻ അടിക്കുന്നു, അത് കുഴപ്പമില്ല, എല്ലാവർക്കും ഉണ്ടല്ലോ, അപ്പുറത്തെ വീട്ടിലും കറണ്ട് പോയി എന്നൊക്കെ നമ്മൾ പറയില്ലേ, കറണ്ട് ഇല്ലല്ലോ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ചിന്തിച്ചാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ ടിക്ക് മാർക്ക് കാണുമ്പോൾ ഈ 5-6 മാസം നമ്മൾ പഠിച്ച് നമ്മുടെ കലണ്ടറിൽ ടിക്ക് മാർക്സ് കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. ഇത് അലൻ സാറും പറയുന്ന കാര്യമാണ്. എന്താന്ന് വെച്ചാൽ നമ്മൾ പഠനത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഒരിക്കലും ഫേക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരുപാട് വട്ടം എന്താ പറയാ വായിച്ച് റിവൈസ് ചെയ്ത് നമ്മൾ ഈ യൂസ്ഡ് ആയിട്ടുള്ള നോട്ടുകളൊക്കെ കളർ മാറും, അതിന്റെ സ്മെല്ല് മാറും. ഇതൊക്കെ നമുക്ക് അവസാനം തരുന്ന, അതായത് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഈ എക്സാമിന് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ് ഈ ടിക്ക് മാർക്സും നമ്മൾ പഠിച്ച നോട്ട്സും നമ്മൾ ഈ നേരത്തെ ജയകൃഷ്ണ സാർ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ എടുത്തിട്ട് എഴുതി വെക്കുന്ന കാര്യങ്ങളും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വരും. അപ്പൊ ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ഈ ഒരു എക്സാമിന് വേണ്ടി പഠിക്കാനായിട്ട്. അടുത്തതാണ് ടൈം മാനേജ്മെന്റ്. ടൈം മാനേജ്മെന്റ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എക്സാം ഹാളിലാണ്. ഇപ്പൊ എക്സാം ഹാളിൽ 3 hours ഉണ്ടല്ലോ, അത് നിങ്ങൾക്കറിയാലോ, ആദ്യം നേരത്തെ പറഞ്ഞാൽ ഈ 3 hours എങ്ങനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് whether we are going to qualify this exam or not എന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എത്ര പഠിച്ചിട്ടുള്ള ഒരാളാണേലും ആ ഒരു സമയത്ത് വളരെ സെൻസിബിൾ ആയിട്ട് നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് കൈവിടാതെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? ഇത് ക്വാളിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷൻ ഇല്ലാതിരിക്കാൻ പറ്റണ്ടേ? ഇങ്ങനെ ടെൻഷൻ ഇല്ലാതിരിക്കാൻ പറ്റണമെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുക എന്താന്ന് വെച്ചാല്, നമ്മൾ ഈ 3 hours എക്സാം അതിനു മുമ്പേ നമ്മൾ എഴുതി തുടങ്ങണം. എന്ന് വെച്ചാൽ നമ്മൾ ഈ അറ്റ്ലീസ്റ്റ് ഇപ്പോഴൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാ, ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഫുൾ ലെങ്ത് 3 hours ടെസ്റ്റുകൾ തന്നെ എടുക്കുക. അപ്പൊ ഒന്നാമതെന്ന് വെച്ചാൽ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, മെന്റലി ഫിസിക്കലി ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ലേ. കമ്പ്യൂട്ടർ സ്ക്രീനിന്റെ മുന്നിൽ ഒരു 3 hours അല്ല, നമ്മൾ ഏകദേശം ഒരു 4 to 4.5 hours നമ്മൾ അതിനകത്ത് ഇരിക്കും, എല്ലാ കാര്യങ്ങളും തീർന്നു കഴിയുമ്പോഴേക്കും. അപ്പൊ ഇങ്ങനെ ഇതിന്റെ മുന്നിൽ ഇരിക്കുമ്പോ അതിന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മൈൻഡിനെയും നമ്മുടെ ബോഡിനെയും നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. അപ്പൊ പിന്നെ എക്സാം അടുക്കുമ്പോഴേക്കും ഒരു നവംബർ ലാസ്റ്റ് ഡിസംബർ ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ കുറെ ഈ 3 hours ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഈ ഒരു ഫുൾ ലെങ്ത് ടെസ്റ്റ് എടുക്കുക എന്ന് പറയുന്നത് നമ്മളൊരു ഹാബിറ്റിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ടാവും, അല്ലെ? നമ്മുടെ ഒരു ഹാബിറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് എക്സാം ഹാളിൽ പോകുമ്പോൾ ചെറിയ ടെൻഷനൊക്കെ കാണും എന്തായാലും, എന്നാലും നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, ഇത് എന്തൊക്കെ ചെയ്യണം, ഈ ടൈം ഞാൻ ഈ യൂണിറ്റിൽ ഇത്ര സമയം കൊടുക്കണം, അങ്ങനെയൊക്കെ തീരുമാനിക്കാം. ഇത് എങ്ങനെയാണ് ഈ ടൈം പ്ലാൻ ചെയ്യാന്ന് വെച്ചാൽ, ഈ 3 hours നിങ്ങൾ തീരുമാനിക്കുക, പേപ്പർ 1 ഞാൻ ഇത്ര സമയമാണ് കൊടുക്കുക, ആ സമയം മാത്രമേ നിങ്ങൾ പേപ്പർ 1 കൊടുക്കാൻ പാടുള്ളൂ. പല കുട്ടികളും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാൽ പേപ്പർ 1 മാത്സ് ഒക്കെ തുടങ്ങിയിട്ട് എന്ത് ചെയ്യും, അതും കൊണ്ട് ഇത് കിട്ടാതെ ചിലപ്പോൾ വളരെ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നമ്മളുടെ ഒരുപാട് ടൈം ഡിമാൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യുന്നു, ഇതിൽ തന്നെ ഇങ്ങനെ ഇരുന്നു പോകും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് പറ്റിയിട്ടുണ്ടോ? ഇതിൽ തന്നെ ഇരുന്ന് പോയിട്ട് നമുക്ക് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥ വരും. അതൊക്കെ എന്ത് സങ്കടം അല്ലെ? അപ്പൊ ഈ ഒരു 2-4 മാർക്കിന് വേണ്ടി നമ്മൾ അവിടെ ചിലപ്പോൾ നമ്മുടെ ഒരു 3-4 ക്വസ്റ്റ്യൻസേ നമ്മൾ എന്ത് ചെയ്യുമായിരിക്കും, കളയുമായിരിക്കും നോക്കാൻ പറ്റാതെ. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾ ഇത്ര സമയം നിങ്ങൾ പേപ്പർ 1 കൊടുക്കും എന്ന് തീരുമാനിക്കുക. അത് ഡിപ്പെൻസ് ആണ്. നിങ്ങൾ എന്താ പറയാ, ചിലപ്പോൾ മാത്സ് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ മാത്സിന് കുറച്ച് സമയം എടുക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയാ ഈ റീഡിംഗ് കോംപ്രിഹെൻഷൻ എളുപ്പം ചെയ്യുന്ന ആൾക്കാർ, റീഡിംഗ് കോംപ്രിഹെൻഷന് കുറച്ച് ടൈം ആവശ്യമുള്ള ആൾക്കാർ. ഇതൊക്കെ നിങ്ങൾ എങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കാൻഡിഡേറ്റ് ആണ് എന്നുള്ളതിനനുസരിച്ച് വേണം ഇതൊക്കെ തീരുമാനിക്കാൻ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് എന്റെ കാര്യം പറയുവാണെങ്കിൽ, എന്റെ സെക്കൻഡ് പേപ്പർ ഇംഗ്ലീഷ് ആണ്. അപ്പം ഞാനൊരു 5 വർഷത്തോളം +2 കഴിഞ്ഞതിന് ശേഷം മാത്സുമായിട്ട് ഒന്നും ചെയ്യാത്തത് കൊണ്ട് എന്തില്ല, മാത്സ് ചെയ്യുന്നത് ആദ്യമൊക്കെ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര സ്ലോ ആയിരുന്നു. കുറെ കിട്ടും, പക്ഷെ ഒരുപാട് സമയം എടുക്കും. അപ്പൊ അത്രയും സമയം നമുക്ക് അവിടെ എക്സാം ഹോൾ ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ചെയ്തൊരു കാര്യം എന്താന്ന് വെച്ചാല്, എന്റെ പേപ്പർ 2 2 hours ഉണ്ടല്ലോ, നമ്മളിപ്പോ പേപ്പർ 1 1 hour, പേപ്പർ 2 2 hours ആണുള്ളത്. ഞാൻ തീരുമാനിച്ചു എന്റെ പേപ്പർ 2 ആ 2 hours ഒരു 15 മിനിറ്റ്, മാക്സിമം 15 മിനിറ്റ് മാത്രം ഞാൻ എന്ത് ചെയ്യുന്നു. കാരണം മറ്റേ 1 മണിക്കൂറിൽ എനിക്ക് DA അപ്പൊ ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു 15 മിനിറ്റ് എക്സ്ട്രാ ഞാൻ പേപ്പർ 2 എടുത്തിട്ട് പേപ്പർ 1 വേണ്ടി ഞാൻ കൊടുക്കും. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോ എനിക്ക് DA ചെയ്യാൻ സമയം കിട്ടി തുടങ്ങി. മനസ്സിലായോ? അപ്പൊ നമ്മള് എങ്ങനെയാണ് എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്നത്, ഓരോ യൂണിറ്റിന്റെയും നമ്മുടെ ഈസി അല്ലെങ്കിൽ കോംപ്ലക്സിറ്റിയുടെ ലെവൽ അനുസരിച്ചിട്ട് അത് നിങ്ങൾ പ്ലാൻ ചെയ്യാം. മനസ്സിലായോ? ഏത് ആദ്യം ചെയ്യുന്നു, ഇപ്പൊ ജയകൃഷ്ണൻ സാർ പറഞ്ഞ പോലെ നമ്മൾ അതേ ഓർഡറിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് അറിയാലോ, അത് നിങ്ങൾക്ക് 2 പേപ്പറും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം, ഷിഫ്റ്റ് ചെയ്തിട്ട് മാറി മാറി നിങ്ങൾക്ക് എന്ന് വെച്ചാൽ അറ്റൻഡ് ചെയ്യാം എക്സാം. അപ്പം ആദ്യം വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ കോംപ്രിഹെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ മാത്സ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ആദ്യം DI വെച്ച് തന്നെ തുടങ്ങാം. ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തുടങ്ങിയിട്ട്
ഓരോന്നിനും ഇത്ര സമയം കൊടുക്കും എന്നുള്ള കറക്റ്റ് എക്സാം എഴുതുന്നതിന് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഒരു ഷെഡ്യൂൾ ഉണ്ടായിരിക്കും. അത് ക്ലിയർ ആയോ? ടൈം മാനേജ്മെന്റിനെ കുറിച്ച് പറഞ്ഞത് ക്ലിയർ അല്ലേ? അടുത്തതായിട്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് റിവിഷൻ. ഈ റിവിഷന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുന്ന എപ്പോഴാന്ന് വെച്ചാൽ, ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ടാവണം. എക്സാം ഹോളിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ കാണും, നമ്മൾ കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കുകയാണ്, നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുന്നു. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് അയ്യോ ഇതെനിക്ക് എവിടെയോ അറിയാം, ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കറക്റ്റ് ആൻസറിലോട്ട് എത്താൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഇത് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് കൺഫ്യൂസിങ് ആയിരിക്കും അല്ലെ? ചിലപ്പോൾ നമ്മൾ പണ്ട് എപ്പോഴോ നന്നായിട്ട് പഠിച്ചു വെച്ചൊരു പോർഷൻ ആയിരിക്കും, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആൻസർ ചെയ്യാൻ പറ്റില്ല. ഇത് എന്തുകൊണ്ടാണ് വരുന്നത്? റിവിഷന്റെ കുറവുള്ളതുകൊണ്ട്. അപ്പൊ റിവിഷൻ നമ്മൾ ചെയ്യേണ്ടത് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് റിവൈസ് ചെയ്യുക എന്നുള്ളൊരു രീതിയല്ല. റിവിഷൻ നമ്മൾ ഈ ത്രൂ ഔട്ട് ദ ലേണിംഗ് ആ ഒരു പ്രോസസ്സിന്റെ ഇടയിൽ വേണം നമ്മൾ റിവൈസ് ചെയ്യാനായിട്ട്. ഇപ്പൊ ഒരാഴ്ച എന്ത് ചെയ്യുന്നു, 7 ദിവസം ഉണ്ടെങ്കിൽ നിങ്ങൾ 5 ദിവസം പഠിച്ച കാര്യം ലാസ്റ്റ് ഒരു സാറ്റർഡേ സൺഡേ നിങ്ങൾ റിവിഷന് വേണ്ടി മാത്രം കൊടുത്തോളൂ. നമുക്ക് അങ്ങനെ പഠിക്കാനുള്ള സമയം നമുക്കിനിയുണ്ട്. ലാസ്റ്റത്തെ ആ ഒരു ദിവസം നിങ്ങൾ ഈ 5 ദിവസം പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ. എങ്ങനെയാ റിവൈസ് ചെയ്യാം അതറിയാമോ? ജസ്റ്റ് ഇങ്ങനെ വായിച്ചു നോക്കുകയല്ല റിവിഷൻ. നിങ്ങൾ ഒരു ടോപ്പിക് കണ്ടാല് ഇപ്പം ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോ ഒരു ഹെഡിങ് വായിക്കുന്നു, എന്തെങ്കിലും ഒരു തിയറിയുടെ വല്ല ഹെഡിങ്ങോ എന്തെങ്കിലും ഒക്കെ വായിച്ചിട്ട് ഒന്ന് നോക്കാതെ നോട്ട് അടച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അത് റിലേറ്റഡ് ആയിട്ട് ഓർമ്മയുണ്ടെന്ന് നോക്കുക ആദ്യം. കുറെ കാര്യങ്ങൾ ആ ആഴ്ച പഠിച്ച കാര്യമായതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യുക, നല്ല ഡെപ്തിൽ ഓർത്തെടുക്കുക. എന്നിട്ട് പിന്നെ പോയി കറക്റ്റ് ഇതിന്റെ നമ്മളന്ന് പഠിച്ച് എഴുതി വെച്ച നോട്ട് നോക്കിയിട്ട് എന്തൊക്കെ മിസ്സായി നോക്കുക. ഇങ്ങനെ എല്ലാ ആഴ്ചയും റിവിഷൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോയിട്ട് അവസാനം എന്ത് ചെയ്യണം, അവസാനം ഒരു 1 മന്ത്, ഇനി നിങ്ങൾക്ക് 1 മന്ത് കിട്ടിയില്ലെങ്കിലും ഒരു 3 വീക്സ് എങ്കിലും നിങ്ങൾ റിവിഷന് വേണ്ടി മാത്രം കൊടുക്കുക. ഈ 3 വീക്സ് കൊണ്ട് നമ്മൾ ഒരു 4 to 5 months പഠിച്ച കാര്യം റിവൈസ് ചെയ്യാൻ പറ്റുമോ നമുക്ക്? ലാസ്റ്റ് ഒരു 3 വീക്സ് കൊണ്ട് എല്ലാം നമുക്ക് നോക്കാൻ പറ്റുമോ? താങ്ക് യു കാവേരി. എല്ലാം നോക്കാൻ പറ്റുമോ നമുക്ക്? പഠിച്ച ഈച്ച് ആൻഡ് എവറി പോയിന്റ് നമുക്ക് നോക്കാൻ പറ്റൂലല്ലോ ലാസ്റ്റ് ഒരു 3 വീക്സ് കൊണ്ട്. ഇല്ല. അപ്പൊ അതെങ്ങനെയാ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഇതും ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യാം, എല്ലാം ഏകദേശം കവറായി എന്ന് തോന്നുന്ന ഒരു പോയിന്റ് എത്തുമ്പോ നിങ്ങൾ പേപ്പർ 1ലെയും പേപ്പർ 2ലെയും 10 യൂണിറ്റുകളിലെയും ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ഇതെങ്ങനെ മനസ്സിലാവും ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്? അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, PYQ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യും, ഒരുപാട് ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ എടുത്തു കാണും. അങ്ങനെ ഒരുപാട് ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ എടുത്ത് കഴിഞ്ഞതിന്റെ ഒരു ഒരു എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ യൂണിറ്റിൽ നിന്ന് എപ്പോഴും ചോദിക്കുന്ന ചില ഏരിയാസ് നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഏരിയാസ് ലിസ്റ്റ് ചെയ്യാം. 2 പേപ്പറും ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. പേപ്പർ 1ലാണെങ്കിലും എല്ലാ ടോപ്പിക്സും ലിസ്റ്റ് ചെയ്യാം. പേപ്പർ 2ലും ഇങ്ങനെ 10 യൂണിറ്റിലെ എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ലിസ്റ്റ് ചെയ്യാം. എന്നിട്ട് അവസാനത്തെ ഒരു 3 വീക്സ് ഇത് മാത്രം റിവൈസ് ചെയ്യാം. ഇതിന്റെ കൂടെ നേരത്തെ ജയകൃഷ്ണൻ സാർ പറഞ്ഞ പോയിന്റ് ഓർമ്മയുണ്ടോ? നമ്മൾ ഫുൾ ലെങ്ത് എടുക്കുമ്പോൾ നമ്മൾ അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ എഴുതി വെക്കൂലേ? ലാസ്റ്റ് ചിലപ്പോൾ നമുക്ക് ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ എടുക്കാൻ സമയമില്ലെങ്കിൽ റിവൈസ് ചെയ്യുമെന്ന് പറഞ്ഞു തന്നായിരുന്നല്ലോ. ആ നോട്ടും കൂടെ ഇതിന്റെ കൂടെ റിവൈസ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ റിവിഷനും നല്ല പ്രോപ്പർ ആയിട്ട് കംപ്ലീറ്റ് ആവും. നമുക്ക് അയ്യോ ഞാൻ അത് നോക്കിയില്ലല്ലോ ഇത് നോക്കിയില്ലല്ലോ എന്നുള്ള ഒരു ടെൻഷൻ കാണില്ല. കാരണം ഇവരെ ഏകദേശം ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ റിവിഷന്റെ ഭാഗമായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ റിവിഷന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ? നമ്മൾ എത്ര എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നു എന്നുള്ളതല്ല, ഈ ഒരു ഇൻഫർമേഷൻ നമ്മൾ ഈ ഒരു ജേർണിയുടെ ഭാഗമായിട്ട് നമ്മൾ ഇൻഫർമേഷന്റെ ക്വാണ്ടിറ്റി അല്ല ആക്ച്വലി, അതിന്റെ ക്വാളിറ്റി ആണ് പ്രധാനം. പഠിക്കുന്ന കാര്യങ്ങൾ എത്ര ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ്, അല്ലാതെ പിന്നെ ഒരുപാട് പഠിച്ചു പോവുക എന്നുള്ളതല്ല. മനസ്സിലായല്ലോ? അപ്പൊ അതിന് അങ്ങനെ ക്ലിയർ ആവണം എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. എത്ര വട്ടം റിവൈസ് ചെയ്യാൻ പറ്റുമോ അത്രയും വട്ടം റിവൈസ് ചെയ്യണം. അത് നിങ്ങൾക്ക് അത്രയും ഹെൽപ്ഫുൾ ആയിരിക്കും എക്സാമുകളിൽ. ക്ലിയർ അല്ലേ? പറഞ്ഞ 3 പോയിന്റ്സും കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. ടൈം മാനേജ്മെന്റ് എന്ത് ചെയ്യുക, ടൈം മാനേജ് ചെയ്യാനായിട്ട് പഠിക്കുക. അതിന് എന്ത് ചെയ്യണം, ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ എടുക്കണം. പിന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ റിവിഷന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാം? അപ്പൊ നമ്മൾ ഇന്ന് ഒരു ഓറിയന്റേഷൻ ക്ലാസ് പോലെയാണ്. വെനസ്ഡേ ഓൺവേർഡ്സ് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ലൈവ് സെഷൻസ്
സ്റ്റാർട്ട് ചെയ്യും. ഞാനുണ്ട്, ആതിര മിസ്, അലൻ സാറ്, ജയകൃഷ്ണൻ സാറ്, നമുക്ക് ഇനിയും ടീച്ചേഴ്സ് ഉണ്ട്. ഞങ്ങൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് തന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പൊ നിങ്ങളും എന്ത് ചെയ്യാം, നിങ്ങളുടെ മാക്സിമം, അതായത് എക്സാം കഴിഞ്ഞിട്ട് നമുക്കൊരു റിഗ്രറ്റ് ഉണ്ടാവാൻ പാടില്ല, അയ്യോ പഠിച്ചില്ലല്ലോ എന്നൊരു റിഗ്രറ്റ് ഉണ്ടാവാൻ പാടില്ല. അത്തരത്തില് ഈ ഒരു 5-6 മാസം എന്ത് ചെയ്യാം, മാക്സിമം നിങ്ങളുടെ എഫേർട്ട് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഇടുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആ ഒരു സ്വപ്നത്തിലേക്ക്, നെറ്റ് അല്ലെങ്കിൽ JRF എന്ന നമ്മുടെ സ്വപ്നത്തിലോട്ട് നമുക്ക് എത്താൻ പറ്റും. അപ്പം എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, December 2025 എക്സാമിന്റെ വിന്നേഴ്സ് മീറ്റ് നടത്തും. I+ എല്ലാ വർഷവും എല്ലാ സൈക്കിൾ കഴിഞ്ഞിട്ട്, അതായത് നെറ്റും JRF ക്വാളിഫൈ ചെയ്ത ആളുകളെ നമ്മൾ അനുമോദിക്കുന്ന ഒരു ചടങ്ങ് നടത്തും. അവിടുന്ന് നിങ്ങൾ എല്ലാവരെയും കാണാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി ലേണിംഗ് വിഷ് ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഫ്രൈഡേ മുതൽ നമുക്ക് നല്ല ഹാപ്പി ആയിട്ട്, കൺസിസ്റ്റന്റ് ആയിട്ട്, എഫക്റ്റീവ് ആയിട്ട് പഠിച്ചു തുടങ്ങാം. ഓക്കെ, താങ്ക് യു എവ്രി വൺ. താങ്ക് യു സ്വാതി മിസ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺസോ എന്തെങ്കിലും ഡൗട്ട്സോ ഉണ്ടെങ്കിൽ ചോദിക്കൂ കേട്ടോ, നമ്മൾ ക്ലിയർ ചെയ്യാവേ. ഈ ഒരു എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇനി അങ്ങോട്ടേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എങ്ങനെയാ മുന്നോട്ട് കൊണ്ടുപോവേണ്ടതെന്നോ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് തരാവേ. എല്ലാ ടീച്ചേഴ്സും ഇവിടെ തന്നെ ഉണ്ട്. എല്ലാവർക്കും എല്ലാം ഓക്കെ ആണോ? ഓക്കെ, ഏകദേശം ഒരു ഐഡിയ കിട്ടി. അത് മതി വൈഷ്ണവി. ബാക്കിയുള്ള ഐഡിയ ഒക്കെ നമ്മൾ പോകെ പോകെ ആ ഐഡിയ കംപ്ലീറ്റ് അങ്ങ് ആയിക്കോളും കേട്ടോ. അവർ ഏകദേശം ഐഡിയ കിട്ടിയല്ലോ, അത് തന്നെ ധാരാളം. അത് ഇപ്പോഴത്തെ ടൈമിൽ അത് തന്നെ ധാരാളം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറിച്ച്? എല്ലാവരും ഓക്കെ ആണോ? ആണെങ്കിൽ തംസപ്പോ ഒന്ന് ചാറ്റ് ബോക്സിൽ പറയോ, എന്തെങ്കിലും ഒന്ന് ചെയ്യാവോ? ഓക്കെ ആണ്. അപ്പോ ഈ പറഞ്ഞ പോലെ നമ്മൾ ഫ്രൈഡേ മുതൽ ഫുൾ ഫ്ലെഡ്ജ്ഡ് ക്ലാസ്സസ് നൈറ്റ് 8 മണി മുതൽ 9 മണി വരെ ലൈവ് ക്ലാസ്സസ് ഉണ്ടാകും. നമ്മൾ ആദ്യം തുടങ്ങുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ മൊഡ്യൂൾ തന്നെ ആയിരിക്കും. ആ മൊഡ്യൂൾ എടുക്കുന്നത് ഞാനായിരിക്കും. സോ നമുക്ക് എല്ലാവർക്കും ഫ്രൈഡേ കാണാം. എല്ലാവരും ഉണ്ടാവില്ലേ? ഇല്ലേ, ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പോ ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. വളരെ അടിപൊളിയായിട്ട് ഫ്രൈഡേ അല്ലേ? അതെ അതെ, ഫ്രൈഡേ തന്നെ ടീച്ചറെ. പേപ്പർ 2 ഉള്ളവർക്കാണ് സാറ്റർഡേ ഉള്ളത്. പേപ്പർ 1ന്റെ ലൈവ് ഇനി ഫ്രൈഡേ ആണ്. അതാണ് സ്വപ്ന ഉദ്ദേശിച്ചത്. അപ്പോ എല്ലാ അധ്യാപകർക്കും പ്രത്യേക നന്ദി, സ്റ്റുഡൻസിനോടുള്ള നന്ദി അറിയിക്കുന്നു. നമുക്ക് ഇന്നത്തെ സെഷൻ അങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക്സ് എവരിവൺ. ഗുഡ് നൈറ്റ്.